തൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന തൻ്റെ കുഞ്ഞനിയൻ. കുട്ടിക്കാലം തൊട്ട് അവൻ ഭയങ്കര വികൃതിയായിരുന്നു. ചെറിയ ചെറിയ വികൃതികൾ തൊട്ട് വളർന്നു വരുമ്പോൾ അത് കൂടി. കൂട്ടുകാരോടൊപ്പം കുളക്കടവിൽ എത്തി നോക്കുന്ന അവിടം വരെ എത്തി. അവന് 18 വയസ്സുള്ളപ്പോഴാണ് അടുത്തു താമസിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടായത്. അപ്പോഴും താൻ അവനെ വഴക്കു പറയുകയുണ്ടായില്ല. ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നതായിരുന്നു തൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം തിരുത്താൻ ഞാൻ തയ്യാറായില്ല. അതുപോലെ ഈർക്കിലി കൊണ്ടുപോലും അവനെ നുള്ളി നോവിച്ചിട്ടില്ല. അവനാണ് ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത്, അതും ക്രൂരമായി ഇല്ലാതായത്. അലക്സാണ്ടർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റോറി വേൾഡ് വിത്ത് മണിക്കുട്ടി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വേട്ട എന്ന കഥയുടെ 2ാം ഭാഗവുമായിട്ടാണ്. വീഡിയോ എല്ലാവരും കയറി കാണുക. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. എന്നാൽ നമുക്ക് കഥയിലേക്ക് കടന്നാലോ. കീർത്തന വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീൽ ചെയറിലിരുന്ന് രാധിക പുറത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അമ്മയെ കണ്ടതും കീർത്തന വേഗം ചെന്ന് കെട്ടിപ്പിടിച്ചു. ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞാൽ അമ്മ വിഷമിക്കും, അല്ലെങ്കിൽ തന്നെ ആദ്യമാണ്. എന്താ മോളെ ഇത്ര വൈകിയത്? സമയം നോക്ക്, 10 മണി കഴിഞ്ഞു. വേവലാതിയോടെ രാധിക ചോദിച്ചു. അത് ഇത്തിരി ജോലി തിരക്ക് കൂടുതലുണ്ടായിരുന്നു അമ്മേ, അതാണ് ലേറ്റായത്. നിനക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? അതുമല്ലെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുത്തുകൂടെ, മനുഷ്യനെ ആദി പിടിപ്പിക്കാൻ? ഞാൻ ASI പ്രേമൻ സാറിനെ വിളിച്ചു പറഞ്ഞു. നിനക്കെന്തെങ്കിലും പറ്റിക്കാണുമെന്നാ ഞാൻ കരുതിയത്. ഇപ്പോഴാ ആശ്വാസമായത്. ഞാൻ ഏതായാലും പ്രേമൻ സാറിനെ ഒന്ന് വിളിച്ചു പറയട്ടെ നീ വന്നുവെന്ന്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ് ASI പ്രേമൻ. ഫാമിലി ആയിട്ടാണ് അയാൾ താമസിക്കുന്നത്. അവരുടെ ഫാമിലിയുമായി നല്ല അടുപ്പമാണ് രാധികയ്ക്കും മകൾക്കും. നീ പോയി ഡ്രസ്സ് മാറി ഫ്രഷായി വല്ലതും കഴിക്കാൻ നോക്ക്, രാധിക മകളോട് പറഞ്ഞു. അകത്തേക്ക് കയറിയ കീർത്തന ഭിത്തിയിൽ മാലയിട്ട് വെച്ചിരിക്കുന്ന 2 ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛൻ അരവിന്ദിൻ്റെയും ചേച്ചി ശരണ്യയുടെയും ഫോട്ടോ. ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതിനുശേഷം അവൾ അകത്തേക്ക് കയറി കട്ടിലിൽ ഇരുന്നു. അതിനുശേഷം പതുക്കെ കട്ടിലിലേക്ക് കിടന്നു. നന്നായി വിയർക്കുന്നുണ്ട്. അവൾ ഫാൻ ഫുൾ സ്പീഡിലിട്ടു. എന്നാലും താൻ കണ്ട ആ മനുഷ്യൻ അത് ക്ലീറ്റസ് തന്നെയല്ലേ? അതെ, അത് ക്ലീറ്റസ് തന്നെയാണ്, ഉറപ്പ്. കീർത്തന കണ്ണുകൾ അടച്ചു. എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ അരവിന്ദൻ്റെ ശബ്ദം കേട്ടാണ് കീർത്തന ഞെട്ടി എഴുന്നേറ്റത്. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീറ്റസിനെ മാത്രമായിരിക്കും, അതുറപ്പ്. ചേച്ചി ശരണ്യയുടെ ശബ്ദം. നീ കല്യാണം കഴിക്കണ്ടടി, വീട്ടിൽ തന്നെ ഇരുന്നോ. മരിക്കുന്നതുവരെ നിനക്കുള്ള സംരക്ഷണം ഞങ്ങൾ തന്നുകൊള്ളാം. എന്നാലും ഒരു നസ്രാണിയെ കൊണ്ട് നിന്റെ വിവാഹം ഞാൻ നടത്തില്ല. അരവിന്ദൻ്റെ ശബ്ദമുയർന്നു. അച്ഛനോട് നടത്തിത്തരാൻ ഞാൻ പറഞ്ഞു. ഇല്ലല്ലോ, സമയമാകുമ്പോൾ പരസ്പരം വിവാഹം കഴിക്കാൻ ഞങ്ങൾക്കറിയാം. ശരണ്യയും വിട്ടുകൊടുത്തില്ല. നിർത്തടി, അടിച്ചു നിന്റെ കരണം ഞാൻ പുകയ്ക്കും. എങ്കിൽ അടിക്ക്, അടിച്ചു കൊല്ല ചെയ്. പ്രായപൂർത്തിയായ മകളെ തല്ലിയതിന് അച്ഛനുള്ള ശിക്ഷ ഞാൻ വാങ്ങിച്ചു തന്നോളാം. പോരാത്തതിന് സർവീസിൽ നിന്ന് സസ്പെൻഷനും കിട്ടും. സസ്പെൻഷനോ? തെറ്റ് ചെയ്ത മകൾക്ക് 2 എണ്ണം കൊടുത്തു എന്ന് വെച്ചിട്ട് എനിക്കെങ്ങനെയാടി സർവീസിൽ നിന്ന് സസ്പെൻഷൻ കിട്ടുന്നത്? അതിനെന്നെ തല്ലി എന്ന് പറഞ്ഞു മാത്രമാവില്ല ഞാൻ കേസ് കൊടുക്കുന്നത്. അച്ഛന് അധോലോകവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാവും. അതിൻ്റെ തെളിവും ഞാൻ ഹാജരാക്കും, വാശിയോടെ ശരണ്യ പറഞ്ഞു. അത് ശരി, LLBക്ക് പഠിക്കാൻ വിട്ടതിനുള്ള ശിക്ഷ. അപ്പോൾ അച്ഛനെ തോൽപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എൻ്റെ മകൾ അല്ലേ? അതും അടിയും പിടിയുമായി നടക്കുന്ന ഒരു ഗുണ്ടയ്ക്ക് വേണ്ടി. ക്ലീറ്റസ് അങ്ങനെ അനാവശ്യമായി ആരുമായി തല്ലുണ്ടാക്കാറില്ല. നിനക്ക് അവനെപ്പറ്റി എന്തറിയാം? ശുദ്ധ തെമ്മാടിയാണവൻ. SI അരവിന്ദൻ്റെ മകൾ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു ക്രിമിനലിനെ ആണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുത് നീ, അരവിന്ദൻ ശബ്ദമുയർത്തി പറഞ്ഞു. ഒന്ന് നിർത്തുമോ? രാവിലെ തുടങ്ങി അച്ഛനും മകളും കൂടി. ബാക്കിയുള്ളവരെ ഉറക്കില്ല. പുറത്തേക്കിറങ്ങി വന്ന കീർത്തന ശബ്ദമുയർത്തി. നീ ആരാടി അത് പറയാൻ? അച്ഛനും മകളും കൂടി പലതും പറയും, അരവിന്ദൻ കീർത്തനയോടായി പറഞ്ഞു. അത് ശരി, അപ്പോൾ പിന്നെ ഞാനാരാ? നീ അമ്മയുടെ മകളല്ലേ? അരവിന്ദൻ അത് പറഞ്ഞപ്പോൾ കീർത്തന മുഖം വീർപ്പിച്ചു. കിട്ടിയോ? സന്തോഷമായില്ലേ?
കിച്ചണിൽ നിന്നും കയറി വന്ന രാധിക കീർത്തനയോട് പറഞ്ഞു. ഇതാണ് അവരുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാത്തത്, മനസ്സിലായോ? രാധിക പറഞ്ഞു. സോറി അമ്മ, ഈ ഒരു കാര്യത്തിൽ അമ്മയുടെ അത്രയും ജ്ഞാനം എനിക്കില്ലാതെ പോയി, കീർത്തന പറഞ്ഞു. അതിനുശേഷം അവൾ അകത്തേക്ക് പോയി. രാധികയും കിച്ചണിലേക്ക് പോയി. അരവിന്ദൻ ശരണ്യയുടെ അടുത്തേക്ക് ചെന്നു. മോളെ, പപ്പ വെറുതെ പറഞ്ഞതല്ല. ആ ക്ലീറ്റസ് അവനൊരു ക്രിമിനലാണ്, അസൽ ഗുണ്ട, എപ്പോഴും അടിയും പിടിയും ബഹളവും. അവനെ വിവാഹം കഴിച്ചാൽ നിനക്ക് ജീവിക്കാനൊക്കില്ല. അവന് എതിരാളികളുണ്ട്. അവനോടുള്ള ദേഷ്യം അവർ നിന്നോട് ചെയ്യും. അവന് ഏതെങ്കിലും വഴിയരികിൽ ചത്തുമലർന്ന് കിടക്കാനാണ് വിധി. അക്കൂട്ടത്തിൽ നിനക്ക് കൂടി എന്തെങ്കിലും പറ്റിയാൽ. പെട്ടെന്ന് വാതിലിൽ മുട്ടുന്ന ശബ്ദം കേട്ട് കീർത്തന ഞെട്ടി കണ്ണു തുറന്നു. അവൾ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. നീ ഇതുവരെ കുളിച്ചില്ലേ? വന്ന് ഭക്ഷണം കഴിക്കൂ. അമ്മ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നത്? പോയി കിടന്നോളൂ, ഞാൻ കഴിച്ചോളാം. കാലിന് വയ്യാത്തതല്ലേ? കീർത്തന രാധികയോട് പറഞ്ഞു. കാലിന് വയ്യ എന്ന് കരുതി നിന്റെ കാര്യങ്ങൾ നോക്കാതിരിക്കാൻ എനിക്ക് പറ്റുമോ? നിനക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഓർക്കാൻ കൂടി എനിക്ക് വയ്യ മോളെ. തേങ്ങി കരഞ്ഞു പോയി രാധിക. കീർത്തന വിഷമത്തോടെ അമ്മയെ ചേർത്ത് പിടിച്ചു. സത്യത്തിൽ ആ ഒരു പേടി കീർത്തനയ്ക്കുമുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ അമ്മയുടെ കാര്യം കഷ്ടമായിരിക്കും. അല്പം മുൻപ് നടന്ന സംഭവം ഓർക്കുമ്പോൾ ഇപ്പോഴും ഭയം മാറിയിട്ടില്ല. അമ്മ കിടന്നോളൂ, എനിക്കൊന്നുമില്ല. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോളാം. അമ്മ പേടിക്കണ്ട, ഞാനൊന്ന് കുളിക്കട്ടെ. അതും പറഞ്ഞ് കീർത്തന അകത്തേക്ക് പോയി. ഷോക്കേസിൽ സൂക്ഷിച്ചിരുന്ന ഒരു പേപ്പർ അവൾ എടുത്തു. അതിൽ പ്രധാനമായിട്ട് മാർക്ക് ചെയ്തിരുന്ന വാർത്ത അവൾ വായിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ഭാഗത്ത് കാണപ്പെട്ട നായ്കൾ കടിച്ചു കീറി പകുതി ഭക്ഷണമാക്കിയ അജ്ഞാത മൃതദേഹം ആരുടേതെന്ന് തിരിച്ചറിഞ്ഞു. ഗുണ്ടാ നേതാവ് ക്ലീറ്റസിൻ്റേതാണ് ആ ബോഡി എന്ന് ക്ലീറ്റസിൻ്റെ തന്നെ വലങ്കൈയായ വെട്ടുകാടൻ ശശി എന്ന് വിളിക്കുന്ന ശശികുട്ടൻ തിരിച്ചറിഞ്ഞു. കീർത്തന വീണ്ടും ആലോചനയിലായി. അപ്പോൾ താൻ കണ്ടതും ക്ലീറ്റസിനെയാണല്ലോ. അപ്പോൾ ക്ലീറ്റസ് മരിച്ചിട്ടില്ലേ? അപ്പോൾ അന്ന് പോലീസ് തിരിച്ചറിഞ്ഞ ശവം ആരുടേതാണ്? കീർത്തന വിറയ്ക്കുന്ന കൈകളോടെ മറ്റൊരു പത്രമെടുത്തു. അതിൽ മാർക്ക് ചെയ്തിരുന്ന ഭാഗം വായിച്ചു. നോർത്ത് SI അരവിന്ദനും മകൾ ശരണ്യയും കൊല്ലപ്പെട്ട നിലയിൽ. നായകൾ കടിച്ചു കീറി പല ഭാഗങ്ങളും ഭക്ഷണമാക്കിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. വായിച്ചു കൊണ്ടിരിക്കെ കണ്ണുനീർ കൊണ്ട് കാഴ്ച മറഞ്ഞു. ശരണ്യ കണ്ണുകളടച്ചു. അതിരാവിലെ തന്നെ വാർത്ത കാട്ടുതീ പോലെ പരന്നു. ആക്രി പെറുക്കാൻ വന്നവരാണ് സംഭവം കണ്ടത്. നായ കടിച്ചു കീറി വികൃതമായ രീതിയിലായിരുന്നു കിഷോർ. കിഷോറിൻ്റെ കൂട്ടുകാർ ആണെങ്കിൽ അബോധാവസ്ഥയിലും. അവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. DYSP രാജീവ് കൃഷ്ണനും സംഘവും ചെല്ലുമ്പോൾ അവിടെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആളുകൾ എത്തിയിരുന്നു. രാജീവ് കൃഷ്ണൻ ചെന്നപ്പോൾ അവർ മാറി നിന്നു. പോലീസുകാർ എല്ലായിടവും പരിശോധിച്ചു. ആംബുലൻസ് എത്തി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ മാലതി മേനോൻ രാജീവ് കൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. പതിവ് പോലെ തന്നെ നായയുടെ കടിയേറ്റാണ് മരണം നടന്നിരിക്കുന്നത്. കഴുത്തിൽ കാണുന്ന മുറിവാണ് മരണകാരണം. കണ്ടിട്ട് മാരകമായ മുറിവ് അത് തന്നെയാണ്. ശരീരത്ത് വേറെ പരിക്കുകളും മുറിവുകളും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. ഡോക്ടറിൽ നിന്നുമുള്ള വിവരങ്ങൾ കേട്ട ശേഷം രാജീവ് കൃഷ്ണൻ ജോസഫിൻ്റെ അടുത്തേക്ക് ചെന്നു. ഇവിടെയും നായയുടെ ആക്രമണത്തിൽ തന്നെയാണ് മരണം നടന്നിരിക്കുന്നത്. ജോസഫിൻ്റെ അടുത്തു ചെന്ന് രാജീവ് കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ സാർ, തൊട്ടിപ്പുറം അബോധാവസ്ഥയിൽ കിടന്ന അയാളുടെ കൂട്ടുകാർ അയാളെ തല്ലിച്ചതച്ചത് ഒരു മനുഷ്യനാണല്ലോ. അതെ, അതുതന്നെയാണ് ഒരു പ്രത്യേകതയുള്ളത്. മാത്രമല്ല ഒരു വാഹനത്തിൻ്റെ ടയറിൻ്റെ പാടും കാണുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു മനുഷ്യനാവാൻ സാധ്യതയുണ്ട്. ഇവിടെ കാണുന്ന കാറിൻ്റെ പാട് ഒരു പക്ഷേ അയാൾ വന്ന കാറിൻ്റേതാവാം. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ CI സുധാകരൻ്റെ മരണവും ഇതും തമ്മിൽ നല്ല ബന്ധമുണ്ട്. താനൊരു കാര്യം ചെയ്യ്, ഇവിടെ ഒന്നുകൂടി ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ തുമ്പ് കിട്ടാതിരിക്കില്ല. ആ വാഹനത്തിൻ്റെ ടയറിൻ്റെ പാടും ഒന്ന് പരിശോധിക്കണം. കണ്ടിട്ട് അതൊരു സാധാരണ ടാക്സി കാറാണെന്ന് തോന്നുന്നു. SI ജോസഫ് രാജീവ് കൃഷ്ണൻ പറഞ്ഞത് സമ്മതിച്ചു. ഇതേ സമയം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മോർച്ചറിക്ക് മുൻപിൽ വന്നു നിന്ന കാറിൽ നിന്നും അലക്സാണ്ടർ ചാടിയിറങ്ങി. അലക്സാണ്ടർ വരുന്നത് കണ്ടതും ജെയിംസ് ഓടിച്ചെന്നു. അയാൾ കരയുന്നുണ്ടായിരുന്നു. എന്തു പറ്റിയടാ കിഷോറിന്?
മറുപടി പറയാൻ ജെയിംസിന് കഴിഞ്ഞില്ല. പെട്ടെന്ന് അലക്സാണ്ടറിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അയാൾ ഫോൺ എടുത്തു. ഹലോ മിസ്റ്റർ അലക്സാണ്ടർ, നിനക്ക് ഞാനൊരു സമ്മാനം കൊടുത്തയച്ചിട്ടുണ്ട്, കിട്ടിയോ? ആരാടാ നീ? അലക്സാണ്ടർ നിയന്ത്രണം വിട്ടലറി. മറുവശം പൊട്ടിച്ചിരിയായിരുന്നു അപ്പോൾ. ഞാൻ നിന്റെ കാലൻ. ചിരിച്ചതിനു ശേഷം അയാൾ പറഞ്ഞു, നേർക്കുനേരെ വരാതെ ഒളിച്ചിരുന്നാക്രമിക്കുന്ന നീയാണോ എൻ്റെ കാലനാവുന്നത്? നിന്റെ മുന്നിൽ ഞാൻ വരില്ല എന്ന് ആര് പറഞ്ഞു അലക്സാണ്ടർ? ഞാൻ വരും, വന്നിരിക്കും. നിനക്കെതിരെ ശബ്ദിക്കുന്നവരെയും നിന്നെ ചോദ്യം ചെയ്യുന്നവരെയും നിന്റെ ശത്രുക്കളെയും എല്ലാം നരഭോജികളായ നിന്റെ നായകൾക്ക് ഭക്ഷണമാക്കുന്ന നിന്റെ ഈ ശരീരം വെട്ടിയെരിഞ്ഞ് അതേ നായകൾക്ക് തന്നെ ഞാൻ ഭക്ഷണമായിട്ട് നൽകും. അതിനായിട്ട് നീ കാത്തിരുന്നു. പെട്ടെന്ന് ഫോൺ കട്ടായി. ബാസ്റ്റിൻ! ഫോൺ കട്ടായതും ഉച്ചത്തിൽ വിളിച്ചു അലക്സാണ്ടർ. ഒരു ഗൊറില്ലയുടെ രൂപഭാവമുള്ള കറുത്തു തടിച്ച മനുഷ്യൻ അലക്സാണ്ടറിൻ്റെ മുന്നിലേക്ക് ചെന്നു. കിഷോർ ഇന്നലെ ആരെ കാണാനാണ് പോയതെന്ന് എനിക്കറിയണം. എന്തിനു പോയെന്ന് എനിക്കറിയണം. ആരെ കാണാനാണോ അവൻ പോയത് അതേയാൾ എൻ്റെ മുൻപിലെത്തണം, അലക്സാണ്ടർ ബാസ്റ്റിനോട് ആജ്ഞാപിച്ചു. അലക്സാണ്ടറിൻ്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ആ ഗുണ്ടാ നേതാവ് കാറിൽ കയറി പുറത്തേക്ക് പോയി. ചേട്ടായി, അവൻ പോയത് ഒരു പെണ്ണിനെ കാണാനാണ്, കരച്ചിലടക്കിക്കൊണ്ട് ജെയിംസ് പറഞ്ഞു. പെണ്ണിനെയോ? ഏത് പെണ്ണിനെ? അതറിയില്ല. പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്, അതിനെ കാണാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞു. ജെയിംസ് അത് പറഞ്ഞപ്പോൾ അലക്സാണ്ടറിൻ്റെ കണ്ണുകൾ തിളങ്ങി. കിഷോർ കാണാൻ പോയത് ഏത് പെണ്ണിനെയാണെങ്കിലും ജീവനോടെ എനിക്ക് കിട്ടണം, അവളെ എൻ്റെ മുന്നിൽ. അവളും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയതെങ്കിൽ അവളുടെ കുടുംബം മൊത്തം തകർക്കും ഞാൻ. അത് പറയുമ്പോൾ അലക്സാണ്ടറിൻ്റെ കണ്ണുകൾ വല്ലാതെ ചുവന്നിരുന്നു. മോർച്ചറിക്ക് മുന്നിൽ മരവിച്ച് നിന്നു അലക്സാണ്ടർ. ശരീരത്തിന് ആകെ ഒരു മരവിപ്പ്. അലക്സേ! അങ്കിൾ വർക്കിയുടെ വിളി കേട്ടാണ് അലക്സാണ്ടർ സ്വബോധത്തിലേക്ക് വന്നത്. മിനിസ്റ്റർ പ്രതാപചന്ദ്രൻ വിളിക്കുന്നു. കയ്യിലിരിക്കുന്ന ഫോൺ അലക്സാണ്ടറിന് നേരെ നീട്ടിക്കൊണ്ടാണ് വർക്കി അത് പറഞ്ഞത്. എനിക്കിപ്പോൾ ആരോടുമൊന്നും സംസാരിക്കേണ്ട, ആ ഫോൺ കട്ട് ചെയ്തേക്ക്. വർക്കിയുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെയാണ് അലക്സാണ്ടർ അത് പറഞ്ഞത്. അല്ല അലക്സേ, മിനിസ്റ്ററാണ്. വീണ്ടും വർക്കി അത് പറഞ്ഞപ്പോൾ ദേഷ്യം കൊണ്ട് അലക്സാണ്ടർ ചാടി എഴുന്നേറ്റ് ശേഷം വർക്കിയുടെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങി വലിച്ചെറിഞ്ഞു. ഫോൺ പൊട്ടിച്ചിതറി. വർക്കി ഉൾപ്പെടെ അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ നടുങ്ങിപ്പോയി. ജെയിംസേ! എടാ ജെയിംസേ! അത്യുച്ചത്തിൽ ശബ്ദമുയർത്തി അലക്സാണ്ടർ വിളിച്ചതും ഭയന്നു പോയ ജെയിംസ് ഓടി വന്നു. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്നതുവരെ കിഷോറിൻ്റെ മൃതദേഹം ഇവിടെ മോർച്ചറിയിൽ തന്നെ സൂക്ഷിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്യണം. ഒന്നും മനസ്സിലാവാതെ നിന്നു ജെയിംസ്. അതെന്തിനാ ചേട്ടാ? ജെയിംസ് അലക്സാണ്ടറിനോട് ചോദിച്ചു. ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി, തിരിച്ചിങ്ങോട്ട് ചോദ്യം വേണ്ട. മനസ്സിലായോ പറഞ്ഞത്? ശബ്ദമുയർത്തിയാണ് അലക്സാണ്ടർ അത് പറഞ്ഞത്. ജെയിംസ് ഭയത്തോടെ തല കുലുക്കി. അടുത്ത നിമിഷം തന്നെ അലക്സാണ്ടർ പുറത്ത് പാർക്ക് ചെയ്തിരുന്ന തൻ്റെ ടൊയോട്ട കാറിൽ കയറി സ്വയം ഡ്രൈവ് ചെയ്തു പോയി. ഡ്രൈവർ ഓടി വന്നപ്പോഴേക്കും കാർ പോയിരുന്നു. ഇതേ സമയം കീർത്തന രാധികയുടെ അടുത്തേക്ക് ചെന്നു. അമ്മേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. കീർത്തന പറഞ്ഞപ്പോൾ ചോദ്യഭാവത്തിൽ നോക്കി രാധിക. ശരണ്യേച്ചി സ്നേഹിച്ചിരുന്ന ക്ലീറ്റസ് മരിച്ചു പോയതല്ലേ? അതോ അത് വേറെ ആരെങ്കിലും ആയിരുന്നോ? കീർത്തന അത് ചോദിച്ചപ്പോൾ രാധിക അവളെ അടിമുടി നോക്കി. നിനക്കെന്താ പെട്ടെന്ന്? ഒന്നുമില്ല, ചുമ്മാ അറിയാൻ വേണ്ടി. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. നീ വീണ്ടും എല്ലാം ഓർമ്മിപ്പിക്കാൻ നിൽക്കണ്ട. അത് പറയുമ്പോൾ രാധികയുടെ കണ്ണ് നിറഞ്ഞു. അല്ല അമ്മേ, അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. എനിക്ക് ചില സംശയങ്ങൾ, അതാ ചോദിച്ചത്. രാധിക അതിന് മറുപടി പറഞ്ഞില്ല. അമ്മേ, ക്ലീറ്റസുമായുള്ള ചേച്ചിയുടെ അടുപ്പം പപ്പയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അവസാന നിമിഷം പെട്ടെന്ന് എന്താ വിവാഹത്തിന് സമ്മതിച്ചത്? സംശയത്തോടെ ചോദിച്ചു കീർത്തന. ക്ലീറ്റസ് ഒരു ക്രിമിനൽ ആണെന്നായിരുന്നു പപ്പയുടെ ധാരണ. അത് തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ ക്ലീറ്റസ് നല്ലവനായിരുന്നു അല്ലേ? അതൊന്നും എനിക്കറിയില്ല. അവൻ ഗുണ്ടയോ ക്രിമിനലോ ആരോ ആണെന്ന് പപ്പ തെറ്റിദ്ധരിച്ചിരുന്നു. അത് തെറ്റിദ്ധാരണയാണെന്ന് പപ്പയ്ക്ക് മനസ്സിലായി. പിന്നെ നിന്റെ ചേച്ചിക്ക് ക്ലീറ്റസിനെ ഭർത്താവായി കിട്ടിയേ പറ്റൂ എന്ന വാശിയായിരുന്നു. അതുകൊണ്ടാ സമ്മതിച്ചത്.
കുറച്ചു നേരം മൂകമായിരുന്നു. രാധികയും മറ്റൊരു ലോകത്തെന്ന പോലെ നിന്നു. മമ്മി, ഞാൻ കോളേജിലേക്ക് പോവുക. വൈകിട്ട് വരുമ്പോൾ അടപ്രഥമൻ ഉണ്ടാക്കി വെക്കണം. കോളേജിലേക്ക് പോകാൻ നേരം ശരണ്യ പറഞ്ഞു. അതെന്താ പ്രത്യേകിച്ച് പായസമുണ്ടാക്കാനൊരാഗ്രഹം? സംശയത്തോടെ രാധിക ചോദിച്ചു. അതെ, ഞാനും ക്ലീറ്റസും തമ്മിലുള്ള വിവാഹത്തിന് പപ്പ സമ്മതം തന്ന ദിവസമായിന്ന്. അതാഘോഷിക്കണം. രാധികയുടെ കവിളിൽ നുള്ളിക്കൊണ്ട് ശരണ്യ പറഞ്ഞു. ഒപ്പം ഒരു ചുംബനവും നൽകി. ശേഷം ബാഗുമെടുത്ത് അമ്മയുടെ നേരെ കൈകൾ വീശിക്കൊണ്ട് പുറത്തേക്ക് പോയി. അന്ന് പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു പോയതാ എൻ്റെ മോള്. പിന്നെ തിരിച്ചു വന്നില്ല. അന്വേഷിച്ചു പോയ പപ്പയും വന്നില്ല. പിറ്റേന്ന് രാവിലെ. അത് പറഞ്ഞതും ഭയത്തോടെ രാധിക തൻ്റെ ചെവികൾ പൊത്തിപ്പിടിച്ചു. നായകൾ കടിച്ചു തിന്ന പകുതി ശരീരമായി തൻ്റെ പൊന്നു മോളുടെയും പ്രിയതമൻ്റെയും ശരീരം കൺമുന്നിൽ തെളിഞ്ഞു വന്നതുപോലെ തോന്നി രാധികയ്ക്ക്. കീർത്തന വേഗം ചെന്ന് രാധികയെ ചേർത്ത് പിടിച്ചു. എന്തിനാ മോളെ ഇതൊക്കെ നീ വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചത്? തേങ്ങലോടെ രാധിക പറഞ്ഞു. സോറി അമ്മേ, ഇനി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല. രാധികയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കീർത്തന പറഞ്ഞു. ഒന്നും വേണ്ടായിരുന്നു. പാവ അമ്മ ആകെ വിഷമിച്ചു. പക്ഷേ ശരണ്യേച്ചിയുടെയും പപ്പയുടെയും മൃതദേഹം കിട്ടി. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ക്ലീറ്റസിൻ്റെ മൃതദേഹം കിട്ടിയത്. പപ്പയുടെയും ശരണ്യേച്ചിയുടെയും മൃതദേഹത്തിൻ്റെ അതുപോലെ തന്നെ നായ കടിച്ച് ഭക്ഷിച്ച രീതിയിൽ തന്നെയായിരുന്നു ക്ലീറ്റസിൻ്റെ ബോഡിയും. ക്ലീറ്റസിൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ മൃതദേഹം അത് ക്ലീറ്റസ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ തന്നെ രക്ഷിച്ചതാര്? ക്ലീറ്റസിൻ്റെ അതേ മുഖം തന്നെയായിരുന്നില്ലേ അയാൾക്കും? സംശയം കൂടിയതുകൊണ്ടാണ് അമ്മയോട് ചോദിച്ചത്. പക്ഷേ അത് ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. കീർത്തന തൻ്റെ മുറിയിലേക്ക് പോയി. കിഷോറും കൂട്ടുകാരും തന്നെ പല പ്രാവശ്യം ശല്യം ചെയ്തിരുന്നു. എന്തിനും പോന്ന പണച്ചാക്കായിരുന്നു അയാൾ. അതുകൊണ്ട് തൻ്റെ പരാതി ഒന്നും ആരും കേട്ടില്ല. കോളേജിലായാൽ അങ്ങനെ പലതും ഉണ്ടാവുമെന്നായിരുന്നു പ്രിൻസിപ്പലിൻ്റെ വാദം. തൻ്റെ സുരക്ഷ തൻ്റെ കൈകളിൽ തന്നെയായിരുന്നു. എല്ലാവർക്കും കിഷോറിൻ്റെ കുടുംബത്തെ ഭയമായിരുന്നു. അന്ന് അയാളുടെ കൂട്ടുകാർ തന്നെ കാറിൽ വലിച്ചിട്ട് കൊണ്ടുപോയപ്പോൾ എല്ലാം തീർന്നു എന്ന് കരുതിയതാണ്. എന്നാൽ ആ മനുഷ്യൻ വന്നു തന്നെ രക്ഷിച്ചു. ഒരു പക്ഷേ അയാൾ വന്നില്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. പാവം, തൻ്റെ അമ്മ വയ്യാത്ത കാലം വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടിയേനെ. തനിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ പാവത്തിന് അതൊന്നും സഹിക്കാനാകില്ലായിരുന്നു. കീർത്തന പതുക്കെ കട്ടിലിലേക്ക് വീണു. കല്ലൂക്കാരൻ ഗേറ്റ് കടന്ന് അലക്സാണ്ടറിൻ്റെ കാർ ഒരു അരികിൽ ഒതുക്കിയിട്ടു. വേറെയും വാഹനങ്ങൾ കിടപ്പുണ്ട്. വിവരമറിഞ്ഞ് വന്ന ബന്ധുക്കളാണ്. ആർക്കും മുഖം കൊടുക്കാതെ അലക്സാണ്ടർ മുകളിലെ നിലയിലേക്ക് പോയി. മുകളിലെ മുറിയിൽ ചെന്നതും കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടന്നു അയാൾ. AC ഓൺ ചെയ്തു. പതുക്കെ കണ്ണുകൾ അടച്ചു. തൻ്റെ വിരൽത്തുമ്പിൽ പിടിച്ചു നടന്ന തൻ്റെ കുഞ്ഞനിയൻ. കുട്ടിക്കാലം തൊട്ട് അവൻ ഭയങ്കര വികൃതിയായിരുന്നു. ചെറിയ ചെറിയ വികൃതികൾ തൊട്ട് വളർന്നു വരുമ്പോൾ അത് കൂടി. കൂട്ടുകാരോടൊപ്പം കുളക്കടവിൽ എത്തി നോക്കുന്ന അവിടം വരെ എത്തി. അവന് 18 വയസ്സുള്ളപ്പോഴാണ് അടുത്ത് താമസിക്കുന്ന ഒരു സാധാരണ കുടുംബത്തിലെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടായത്. അപ്പോഴും താൻ അവനെ വഴക്ക് പറയുകയുണ്ടായില്ല. ആണുങ്ങളായാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നതായിരുന്നു തൻ്റെ ചിന്ത. അതുകൊണ്ട് തന്നെ അവൻ്റെ സ്വഭാവം തിരുത്താൻ ഞാൻ തയ്യാറായില്ല. അതുപോലെ ഈർക്കിലി കൊണ്ടുപോലും അവനെ നുള്ളി നോവിച്ചിട്ടില്ല. അവനാണ് ഇപ്പോൾ ജീവനോടെ ഇല്ലാത്തത്, അതും ക്രൂരമായി ഇല്ലാതായത്. അലക്സാണ്ടർ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. തൻ്റെ ഗുണ്ടയായ ബാസ്റ്റിനെ ഫോണിൽ വിളിച്ചു. ബാസ്റ്റിൻ, നമ്മൾ തീർത്തു കളഞ്ഞവരിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അന്വേഷിക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നായകൾക്ക് ഭക്ഷണമാക്കി കൊടുത്തിട്ട് തന്നെയാണ് കിഷോറിനെ അവൻ കൊന്നിരിക്കുന്നത്. അതിനർത്ഥം നമ്മൾ കൊന്നു കളഞ്ഞവരിൽ ആരെങ്കിലുമൊക്കെ ജീവനോടെ ഉണ്ട് എന്നാണ്. അന്വേഷിക്കാം സാർ, എത്രയും പെട്ടെന്ന് വേണം. കിഷോറിനെ ഇല്ലാതാക്കിയവൻ ആരായാലും അവൻ്റെ ചോരയിൽ ചവിട്ടി നിന്നിട്ട് വേണം എനിക്കെൻ്റെ അനിയൻ്റെ ശവസംസ്കാരം നടത്തി അവൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഓക്കെ സാർ, ഞാൻ അന്വേഷിച്ചിട്ട് ഉടനെ വിവരമറിയിക്കാം. പുറത്താരോ വാതിൽ മുട്ടുന്നത് കേട്ട് അലക്സാണ്ടർ എഴുന്നേറ്റ് വാതിൽ തുറന്ന്. ഒരു ബന്ധുവാണ്. അലക്സേ, DGP വന്നിട്ടുണ്ട്, നിന്നെ കാണണമെന്ന് പറയുന്നു. മുകളിലേക്ക് കയറി വരാൻ പറയൂ.
അലക്സാണ്ടർ അത് പറഞ്ഞതും അയാൾ താഴേക്ക് പോയി. അല്പം കഴിഞ്ഞപ്പോൾ DGP അഗർവാൾ മുകളിലേക്ക് കയറി വന്നു. എന്താ സാറേ, അന്വേഷണമൊക്കെ എവിടം വരെയായി? DGPയോടായി അലക്സാണ്ടർ ചോദിച്ചു. പുരോഗമിക്കുന്നുണ്ട്. അതേതായാലും നന്നായി. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരാൾ കൂടി പോയാലോ? ഇനി അടുത്തതാരാ? ജെയിംസോ അതോ ഞാനോ? പറയണം മിസ്റ്റർ DGP. DGPക്ക് അതിന് ഉത്തരമുണ്ടായില്ല. തനിക്ക് ഉത്തരമില്ല അല്ലേ? എങ്കിൽ എനിക്ക് പറയാനുണ്ട് ചിലത്. DGPയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അലക്സാണ്ടർ പറഞ്ഞു. എൻ്റെ അനിയനെ കൊന്നവൻ ആരായാലും നിങ്ങൾക്ക് കിട്ടില്ല. അവൻ എൻ്റെ കയ്യിൽ അകപ്പെടും. അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വിധി നിർണയിക്കുന്നത് ഞാനായിരിക്കും. അറിയാമല്ലോ DGP സാറിനെന്നെ. ശരിക്കും അറിയാമല്ലോ. ചത്തുകിടക്കുന്ന അവൻ്റെ ശരീരത്തോട് പോലും യാതൊരു ദാക്ഷിണ്യവും ഞാൻ കാണിക്കില്ല. അത് കഴിഞ്ഞ കിഷോറിൻ്റെ ശവസംസ്കാരം ഞാൻ നടത്തൂ. പല്ലു കടിച്ചു പിടിച്ചുകൊണ്ടാണ് അലക്സാണ്ടർ അത് പറഞ്ഞത്. അലക്സാണ്ടർ, നിയമം കയ്യിലെടുക്കരുത്. കുറ്റവാളികളെ നമുക്ക് പിടിക്കാം. DGP അലക്സാണ്ടറിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അന്വേഷിച്ചോ. പക്ഷെ യഥാർത്ഥ കുറ്റവാളി അവൻ എൻ്റെ കയ്യിലേക്കിട്ടു. അവനുള്ളത് ഞാൻ കൊടുത്തുകൊള്ളാം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ കയ്യിൽ ആ പ്രതിയെ കിട്ടിയാൽ അവനെ ഞാനങ്ങ് കൊണ്ടുപോരും, അവൻ്റെ വിധി നിർണയിക്കാൻ. എൻ്റെ അനിയനെ കൊന്നവൻ ആരായാലും അവൻ എനിക്കുള്ളതാ. എൻ്റെ ഈ കൈകൾ കൊണ്ടുവേണം അവൻ്റെ ചങ്ക് എനിക്ക് പറിച്ചെടുക്കാൻ. ജീവനറ്റ് കിടക്കുന്ന അവനെ പൊതുദർശനത്തിന് ജനമധ്യത്തിൽ കൊണ്ടിടും. അലക്സാണ്ടറിൻ്റെ കുടുംബത്തിൽ കയറി പണിതാൽ സംഭവിക്കുന്നതെന്താണെന്ന് എല്ലാ അവന്മാരും ഒന്നറിയണം. DGP അഗർവാളിന് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നിങ്ങൾ പൊയ്ക്കോളൂ, എനിക്കിനി കൂടുതലൊന്നും പറയാനില്ല. അലക്സാണ്ടർ അത് പറഞ്ഞപ്പോൾ DGP താഴേക്കിറങ്ങിപ്പോയി. വീണ്ടും വാതിലടച്ചു കട്ടിലിൽ കിടന്നു അലക്സാണ്ടർ. സമയം പാതിരാത്രിയായി. എന്തോ ശബ്ദം കേട്ട് കീർത്തന ചാടി എഴുന്നേറ്റു. നായകൾ കിതയ്ക്കുന്നത് പോലുള്ള ശബ്ദം. കീർത്തന ചുറ്റും നോക്കി. പതുക്കെ എഴുന്നേറ്റ് മുറിയിലെ ലൈറ്റ് ഇട്ടു. ജനാല തുറന്ന് പുറത്തേക്ക് നോക്കി. അല്പം ദൂരെയായി ആരോ നിൽക്കുന്നുണ്ട്. താൻ നോക്കുന്നത് കണ്ടിട്ടാണോ അയാൾ പതുക്കെ അവിടെ നിന്ന് സ്ഥലം വിട്ടു. കീർത്തനയുടെ നെഞ്ച് പടപട ഇടിച്ചു. കട്ടിലിൻ്റെ ഒരരികിൽ തന്നെ രാധിക കിടപ്പുണ്ട്. അമ്മയെ വിളിച്ചാൽ കൂടുതൽ ടെൻഷൻ അടിക്കും. അതുകൊണ്ട് വേണ്ട. അവൾ ജനൽ വേഗം വലിച്ചടച്ചു. വേഗം കട്ടിലിൽ വന്നിരുന്നു. പുറത്ത് ആരൊക്കെയോ നടക്കുന്നത് പോലെ ഒരു ശബ്ദം. അവൾ വേഗം ഫോണെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കുറേ നേരം വിളിച്ചിട്ടും ആരും ഫോൺ എടുത്തില്ല. കീർത്തനയ്ക്ക് ആകെ ഭയമായി. ആ നിമിഷം തന്നെ പുറത്തൊരു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു പോകുന്ന ശബ്ദം കേട്ടു. കീർത്തന വേഗം മുൻവശത്തുകൂടെ എത്തി നോക്കി. ബുള്ളറ്റ് ഓടിക്കുന്ന ആളെ കൂടാതെ ഒരാൾ കൂടി പുറകിലിരിക്കുന്നത് കണ്ടു. പുറകിലിരിക്കുന്നവൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് അകന്നു പോയി. പിന്നീട് പ്രത്യേകിച്ച് ശബ്ദമൊന്നും കേട്ടില്ല. നേരിയ ആശ്വാസം തോന്നിയെങ്കിലും ഭയം വിട്ടുമാറിയിരുന്നില്ല കീർത്തനയ്ക്ക്. എന്തിനായിരിക്കും അവർ വന്നത്? അവർ ആരായിരിക്കും? ഇവിടെയാണെങ്കിൽ പുരുഷന്മാർ ആരുമില്ലാത്തതാണ്. ആകെയുള്ളത് കാലിന് സുഖമില്ലാത്ത അമ്മയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു കീർത്തന. രാവിലെ തന്നെ ബാസ്റ്റിൻ്റെ ബുള്ളറ്റ് കല്ലൂക്കാരൻ വീടിന് മുന്നിൽ വന്നു നിന്നു. ബെല്ലടിച്ചപ്പോൾ വർക്കിയാണ് വാതിൽ തുറന്നത്. അലക്സാറില്ലേ? വർക്കിയോട് ബാസ്റ്റിൻ ചോദിച്ചു. ഉണ്ട്, മുകളിലുണ്ട്. വർക്കി ബാസ്റ്റിനെയും കൊണ്ട് മുകളിലേക്ക് കയറി ചെന്നു. മുകളിലപ്പോൾ ജെയിംസും അലക്സിനൊപ്പം ഉണ്ടായിരുന്നു. എന്താടാ? ബാസ്റ്റിനെ കണ്ടതും അലക്സാണ്ടർ ചോദിച്ചു. സാറേ, പഴയ SI അരവിന്ദൻ്റെ ഭാര്യയും മകളും ഇപ്പോഴും ജീവനോടെയുണ്ട്. അതെനിക്കറിയാം. എന്നോട് പ്രതികാരം ചെയ്യാനുള്ള ത്രാണിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൊല്ലാതെ ഞാൻ വെറുതെ വിട്ടത്. തള്ളയുടെ കാല് നമ്മൾ തല്ലിയൊടിച്ചു. പിന്നെ ആ പെണ്ണ്, അതിനേതാണ്ട് 20 വയസ്സ് പ്രായം കാണും. അത് നമ്മളെ എന്തു ചെയ്യാനാണ്? അലക്സാണ്ടർ പറഞ്ഞു. പക്ഷേ അവരെ എനിക്ക് സംശയമുണ്ട് സാർ. അന്ന് കിഷോറും സംഘവും തട്ടിക്കൊണ്ടുപോയത് ആ പെൺകുട്ടിയെയാണ്. അത് കേട്ട് അലക്സാണ്ടർ നടുങ്ങി. അതെങ്ങനെ നീ അറിഞ്ഞു? നമ്മുടെ കോൺസ്റ്റബിൾ നാരായണൻ വഴി അറിഞ്ഞതാ. കിഷോറിൻ്റെ കോളേജിലെ കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടു. ആ പെൺകൊച്ചിനെ പല പ്രാവശ്യമായി കിഷോറും സംഘം ശല്യപ്പെടുത്തിയതായി അറിഞ്ഞു. കിഷോർ അവളെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കിഷോർ മരിച്ച ദിവസം ഒരു പെൺകൊച്ചിനെ തട്ടിക്കൊണ്ടുപോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്.
അന്ന് കോമ്പാറ പോലീസ് സ്റ്റേഷനിൽ അവളുടെ അമ്മ ഒരു പരാതി നൽകിയിരുന്നു. മകളെ കാണാനില്ല എന്ന് പറഞ്ഞു. കോൺസ്റ്റബിൾ നാരായണനാണ് അത് പറഞ്ഞത്. എല്ലാം കൂടി നോക്കുമ്പോൾ കിഷോർ മരിച്ച ദിവസം ആ പെൺകുട്ടിയായിരുന്നു അവർ കടത്തിക്കൊണ്ടുപോയത്. ബാസ്റ്റിൻ പറഞ്ഞത് കേട്ട് അലക്സാണ്ടറിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. സ്വന്തം അച്ഛനെയും ചേച്ചിയെയും കൊന്നവരോടുള്ള ശത്രുതയും പ്രതികാരവും അവൾക്കുണ്ടാവും. പക്ഷേ കിഷോറിനെയും അത്രയും കൂട്ടുകാരെയും ഇല്ലാതാക്കാനുള്ള ശക്തിയൊന്നും അവൾക്കില്ല. ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം അവൾ അങ്ങനെ അഭ്യാസം ഒന്നും പഠിക്കാത്ത പെണ്ണാണ്. കരാട്ടെ, കുംഫു, കളരി അങ്ങനെ ഒന്നും അവൾക്കറിയില്ല. ആ നിലയ്ക്ക് അത്രയും പേരെ അവൾക്ക് ഇടിച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബാസ്റ്റിൻ പറയുന്നത് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ കേട്ടിരുന്നു അലക്സാണ്ടർ. ഒന്നുകിൽ അവർ ഏർപ്പാടാക്കിയ ഗുണ്ടയോ മറ്റാരെങ്കിലും, അല്ലെങ്കിൽ അരവിന്ദൻ്റെ മറ്റേതെങ്കിലും ഒരു ബന്ധു. ആരായാലും ആ പെൺകുട്ടിക്ക് അറിയാം കൊല ചെയ്തവനെ. അതും കൂടി കേട്ടതോടെ അലക്സാണ്ടർ ഇരുന്നിടത്തു നിന്നും ചാടി എഴുന്നേറ്റു. അവളെ എനിക്ക് കിട്ടണം, ഉടനെ തന്നെ. പകൽ നടക്കില്ല സാർ, രാത്രി അവളെ പൊക്കാം. ശരി സാർ. വേറൊരു പ്രശ്നമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അവളുടെ വീടിൻ്റെ പരിസരത്ത് പോയിരുന്നു. അവളത് അറിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. ശരി സാർ. അതോടെ ബാസ്റ്റിൻ പുറത്തേക്ക് പോയി. അലക്സാണ്ടറെ ഇപ്പോൾ എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട. അങ്കിൾ വർക്കിയാണ് അത് പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലീസ് നോക്കിക്കോളും. ഇതിനിടയ്ക്ക് ഒരു പ്രശ്നത്തിന് തൽക്കാലം പോകണ്ട. പെട്ടെന്ന് ദേഷ്യം കയറിയ അലക്സാണ്ടർ വർക്കിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അവിടെ മോർച്ചറിയിൽ അനാഥപ്രേതമായി കിടക്കുന്നത് എൻ്റെ അനിയനാ. അവനെ കൊന്നവനെ നിയമത്തിൻ്റെ മുന്നിൽ വിട്ടുകൊടുക്കാൻ പറയാൻ നീ ആരാണ്? അമ്മയുടെ ഒരേ ഒരു ആങ്ങളെയാണെന്ന് ഞാൻ നോക്കില്ല. കൊരവള്ളി ഞാൻ പറിച്ചെടുക്കും. ശ്വാസം കിട്ടാതെ വർക്കിയുടെ നാവ് പുറത്തേക്ക് ചാടി. കണ്ണുകൾ തുറച്ചു. ജെയിംസും കൂട്ടരും വന്ന് പെട്ടെന്ന് അലക്സാണ്ടറിനെ പിടിച്ചു മാറ്റി. എന്താ ചേട്ടായി ഇത്? നമ്മുടെ അങ്കിളല്ലേ അത്? ജെയിംസ് പറഞ്ഞു. അങ്കിള്? ഒന്നും മറന്നിട്ടില്ല ഞാൻ. ഒന്നും അങ്ങോട്ട് മറക്കുകയുമില്ല. അപ്പൻ്റെ മരണശേഷം ബിസിനസ്സെല്ലാം നോക്കി നടത്തി ഒടുവിലെല്ലാം സ്വന്തമാക്കിയ ആളല്ലേ നിങ്ങൾ? വെറും കറിവേപ്പില പോലെ ഞങ്ങളെ തെരുവിൽ വലിച്ചെറിഞ്ഞ കാര്യമൊന്നും മറന്നിട്ടില്ല ഞാൻ. ആ വാശി കൊണ്ടാടോ ഞാൻ ഈ നിലയിലെത്തിയത്. വിശന്ന് വലഞ്ഞ അനിയന്മാർക്ക് ചായ വാങ്ങി കൊടുക്കാൻ പോലും അന്ന് എനിക്ക് കഴിഞ്ഞില്ല. എല്ലാവരും ആട്ടിയോടിച്ചു. അതോടെ പകയായിരുന്നു അലക്സാണ്ടറിന്. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള പക. ഇന്നിപ്പോൾ അന്ന് ആട്ടിയോടിച്ച എല്ലാവരും എൻ്റെ കാൽ കീഴിൽ. താൻ ഉൾപ്പെടെ എൻ്റെ കാൽ കീഴിൽ കിടക്കുന്നു. അലക്സാണ്ടറിനെ താൻ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല വർക്കി. ജെയിംസ് അലക്സാണ്ടറിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. ചേട്ടായി, അങ്കിൾ പറഞ്ഞതിലും കാര്യമുണ്ട്. ആ പെൺകുട്ടികളെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ചെയ്താൽ പ്രശ്നമാകും. ഒന്നാമത് വനിതാ സംഘടനയൊക്കെ ഉള്ളതാണ്. അവിടെയാണെങ്കിൽ പുരുഷന്മാർ ആരുമില്ല. അതുകൊണ്ട് ബുദ്ധിപരമായി നീങ്ങുന്നതാണ് നല്ലത്. ജെയിംസ് അത് പറഞ്ഞപ്പോൾ അലക്സാണ്ടർ ഒരു നിമിഷം ആലോചനയിൽ നിന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറിച്ചെന്ന കീർത്തന ASI പ്രേമനെ അവിടെയെല്ലാം നോക്കിയെങ്കിലും കണ്ടില്ല. എന്താ കാര്യം? ഒരു വനിതാ പോലീസുകാരി ഗൗരവത്തോടെ ചോദിച്ചു. എനിക്ക് SI ഒന്ന് കാണണം. ഒരു പരാതി ഉണ്ടായിരുന്നു. അകത്തേക്ക് ചെല്ല്. കീർത്തന അകത്തേക്ക് ചെന്നു. എന്താ പരാതി ഉണ്ടെന്ന് പറഞ്ഞത്? SI ജീവൻ തോമസ് ചോദിച്ചു. കീർത്തന തലേ ദിവസം രാത്രിയിലുണ്ടായ സംഭവങ്ങൾ SIയോട് വിവരിച്ചു. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ട് പോയിക്കോളൂ. ഞാൻ അന്വേഷിക്കാം. ശരി സാർ. ജീവൻ തോമസ് പറഞ്ഞത് കേട്ടപ്പോൾ കീർത്തന എഴുന്നേറ്റു. കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തു. കീർത്തന പോയതിന് പുറകിൽ തന്നെ ജീവൻ തോമസിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അലക്സാണ്ടർ ആയിരുന്നു. SP അരുണിമ മോഹൻ DGPയുടെ അടുത്ത് ചെന്നു. സാർ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? എടോ, താൻ ഒരാൾ പറഞ്ഞിട്ടാണ് ആ രാജീവ് കൃഷ്ണനെ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചത്. എന്നിട്ട് ഇതുവരെ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? സാർ, അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. എങ്ങനെ പുരോഗമിക്കുന്നുണ്ടെന്നാണ് ഈ പറയുന്നത്? ആദ്യം CI സുധാകരൻ, ഇപ്പോൾ കിഷോർ എന്ന പയ്യൻ. ഈ കിഷോറിൻ്റെ ബ്രദർ അലക്സാണ്ടറിനെ തനിക്കറിയില്ല. അയാളൊരു അപകടകാരിയാണ്. മിനിസ്റ്റർ പോലും അയാളുടെ കൂടെയുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾ കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. സുധാകരൻ്റെ കൊലപാതകവും കിഷോറിൻ്റെ കൊലപാതകവും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അരുണിമ? സോ പുതിയതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചോ?
പ്രതിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, എന്തെങ്കിലും ഒരു സൂചന, അതാണ് അറിയേണ്ടത്. സർ, സുധാകറിൻ്റെ മരണത്തിൽ ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല. ഒരു നായ മൂലമാണ് മരണം നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായിരുന്നു. മനുഷ്യ സാന്നിധ്യം അതിലുണ്ടായിരുന്നില്ല. CCTVയിലും മനുഷ്യര കൊലപാതകവുമായി ബന്ധമുള്ളതായി കണ്ടില്ല. അരുണിമ പറയുന്നത് കേട്ടിരിക്കുകയായിരുന്നു DGP അഗർവാൾ. പക്ഷേ കിഷോറിൻ്റേത് അങ്ങനെയല്ല. കിഷോറിനെ ആക്രമിച്ചു കൊന്നത് നായയാണെങ്കിലും കിഷോറിൻ്റെ കൂട്ടുകാരെ ഉപദ്രവിച്ചിരിക്കുന്നത് ഒരു മനുഷ്യനാണ്. ഇതിൽ നിന്നുമാണ് ഈ കൊലപാതകങ്ങളുടെ എല്ലാം പിന്നിൽ ഒരു മനുഷ്യനാണെന്ന് സ്ഥിരീകരിക്കുന്നത്. സംഭവം നടന്ന സ്ഥലത്താണെങ്കിൽ CCTV ക്യാമറയോ ഒന്നും തന്നെയില്ല. ബട്ട് മെയിൻ റോഡിലേക്ക് കയറുമ്പോൾ അവിടെയുള്ള CCTVയിൽ ഒരു ബ്ലാക്ക് കാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊരു കറുത്ത അംബാസഡർ കാറാണ്. അതിൻ്റെ നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗം തുരുമ്പിച്ചിരുന്നു. തലകുലുക്കി എല്ലാം കേട്ടിരിക്കുകയായിരുന്നു DGP അഗർവാൾ. ആ പയ്യന്മാരുടെ അവസ്ഥ എന്താണ്? കിഷോറിൻ്റെ ഫ്രണ്ട്സിൻ്റെ അഗർവാൾ തിരക്കി. സർ, അവരുടെ കാര്യമാണ് കഷ്ടം. അവർ എല്ലാവരും ICUവിലാണ്. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമെന്നാണ്. എന്നുവെച്ചാൽ? സർ, ഇവിടെ ക്രിമിനൽ നിസ്സാരക്കാരനല്ല. മനുഷ്യൻ്റെ ശരീരത്തിലെ മർമ്മസ്ഥാനവും നാഡിയും വ്യക്തമായി അറിയാവുന്നയാൾ. എവിടെയൊക്കെ പ്രഹരമേറ്റാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് വ്യക്തമായി അറിയാവുന്നവർ. അയാളുടെ ഇടികൊണ്ട് കിടക്കുന്ന ആ 5 പേരുടെ അവസ്ഥ ഗുരുതരമാണ്. അവർക്കിനി മിണ്ടാനോ എഴുന്നേൽക്കാനോ ഒന്നും കഴിയില്ല. കോമ സ്റ്റേജിലാണ്. അമ്പരപ്പോടെ കേട്ടിരിക്കുകയായിരുന്നു അഗർവാൾ. ഒരുപക്ഷെ അയാൾ മനഃപൂർവ്വമായിരിക്കും അവരെ അങ്ങനെ ആക്കിയത്. പോലീസ് ചോദിച്ചാൽ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. കിഷോറിൻ്റെ കൊലപാതകത്തിൽ അവർ സാക്ഷികളാണല്ലോ. അതുകൊണ്ടാവും അവരെ ഇങ്ങനെ ആക്കിക്കളഞ്ഞത്. മനുഷ്യ ശരീരത്തിലെ മർമ്മവും നാഡീപ്രവർത്തനങ്ങളുമൊക്കെ അറിയാവുന്ന ആളാണെന്ന് പറയുമ്പോൾ അയാൾ ഒരു നിസ്സാരക്കാരനല്ലല്ലോ അരുണിമേ. അതെ സാർ. അരുണിമ DGP പറഞ്ഞത് സമ്മതിച്ചു. ഓക്കെ, എത്രയും പെട്ടെന്ന് പ്രതികളെ പിടിക്കുക. കാരണം അലക്സാണ്ടറിനെ പോലെ ഒരാൾ ഇതിലുള്ള സ്ഥിതിക്ക് നമുക്ക് പണിയാണ്. മുകളിൽ നിന്നുള്ള പ്രഷർ ശരിക്കുമുണ്ടാവും. അയാൾക്ക് പിടിപാടില്ലാത്ത ആൾക്കാർ ആരുമില്ല. ഇനി അയാളെങ്ങാനും പ്രതിയെ പിടിച്ച് കൊല്ലുകയോ മറ്റും ചെയ്താൽ അതും നമുക്ക് പണിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിക്കാനുള്ള മാർഗം നോക്ക്. ആ DYSPയോട് ഒന്ന് ഉഷാറാകാൻ പറയ്. അരുണിമ എഴുന്നേറ്റ് സല്യൂട്ട് ചെയ്ത് പുറത്തേക്ക് പോയി. ആ നിമിഷം തന്നെ DGP അഗർവാൾ ഫോണെടുത്ത് അലക്സാണ്ടറിനെ വിളിച്ചു. ഇതേ സമയം കീർത്തനയുടെ വീടിന് മുന്നിൽ പോലീസ് ജീപ്പ് വന്ന് നിന്നു. വേട്ട എന്ന ക്രൈം ത്രില്ലർ നോവലിൻ്റെ എപ്പിസോഡ് 2 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പരിഗണിക്കണേ. അതുപോലെ വീഡിയോസിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.